ദൈവമേ കർത്താവേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടോം ടീന വൈബ്സ്. നമ്മുടെ ജോഗുണ്ട്, ആവേലുണ്ട്, അമ്മുണ്ട്. ഇവിടെ അടിയുണ്ട്. ഇരുത്തല്ലാരും ഇരുത്താം. വണ്ടി എടുത്തിട്ടില്ലല്ലോ. മാറി. ഓ എന്റെ ദൈവമേ, ശരിക്കും കഷ്ടപ്പെട്ടെ ഒരു നിലക്ക് ഇരുത്താനായിട്ടൊക്കെ. ഞങ്ങളിന്ന് എവിടെ പോവാണ്? അബലു പറഞ്ഞ എവിടെ പോണേ? ഇവനെ എവിടെ പോയാലും ലുലു പോണെന്ന് പറയുള്ളൂ. അപ്പൊ എവിടെ പോണേ? ലുലു മാളൊന്നല്ല നമ്മള് പോണത്. നമ്മള് വേറൊരു സ്ഥലത്ത് കുറേ മൃഗങ്ങളെ കയ്യിലൊക്കെ എടുക്കാനും, പാമ്പിനെയും ഒട്ടകത്തിനെയും പിന്നെ എന്താ പറയുക കഴുതേനെയും പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ചിലന്തി മറ്റേത് മറിച്ച് അങ്ങനെയായിട്ടൊരു അതിനൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. സൂ അല്ല, വേറൊരു സംഭവത്തിലേക്ക് ഞങ്ങൾ പോകാൻ പോണത്. ചീത്ത വാക്കുകൾ പറയരുത് ആവേലു. അപ്പൊ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? അപ്പൊ അവിടെ പോകാൻ പോണത്. അമ്മൂസ് ഇവിടെ ഇരിപ്പുണ്ട്, ആവേലു, ജോഹു, അപ്പു, 4 പേരും കൊണ്ട്. പിന്നെ ബാക്കിൽ അമ്മയും വരും, പിന്നെ ടീനയും വരും കേട്ടോ. അവർ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഉച്ച കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് വേറെ കുറച്ച് സ്ഥലങ്ങൾ സംഭവങ്ങൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴേ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ വന്നിട്ട് നമുക്ക് അവിടെ പോയാലോ? ഓക്കെ. അപ്പൊ അവിടെ ചെന്നിട്ട് ഇവരെ കുസൃതികളൊക്കെ കാണാം കേട്ടോ. നമ്മൾ ശരിക്കും പോകാനിരുന്ന സ്ഥലം മാറ്റി പിടിക്കണമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം നമ്മൾ വൈകിപ്പോയി. അവിടെ എത്താനായിട്ട് 2 മണിക്കൂർ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കും. 2 മണിക്കൂർ വെച്ച് കണക്ക് കൂട്ടി കഴിയുമ്പോൾ ഏകദേശം 6 മണി 5:30 ആവും നമ്മളവിടെ എത്തും. 5:30 പിന്നെ എത്തിയിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ നമ്മൾ നേരെ കുഴിപ്പള്ളി ബീച്ച്, നമ്മുടെ അടുത്തുള്ള ചെറായി കുഴിപ്പള്ളി ബീച്ചിലേക്ക് വിട്ടിട്ടാണ്. ഇവരാദ്യമായിട്ടല്ലേ കടൽ കാണണം. ഇവരെ അങ്ങോട്ട് ഒന്ന് അർമാദിക്കാന്ന് ചോദിച്ചു. അപ്പൊ പേടിച്ചാ മൂക്കി പോയാ? അയ്യ മണ്ണായി മൂക്കിലൊക്കെ. ഞങ്ങടെ വീടുണ്ടാക്ക്. ഞങ്ങടെ വീടുണ്ടാക്ക്. അയ്യോ എങ്ങനെയുണ്ട്? അമ്മ നോർമൽ ആദ്യമായിട്ടായിരിക്കും വന്നത്. പേടിക്കണ്ട. ദേവന് ഞങ്ങളുടെ അവിടെ പേടി. ഉപ്പുവെള്ളം പോയാ? ഐ അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. അപ്പൊ ഓട്. കൊച്ച്. അയ്യോ കൊച്ചിനെ പിടിക്ക്. ശക്തിയായിട്ടുള്ള തരണ്ട, വെറുതെ വേഷം കണ്ടാ. അപ്പോൾ ഒരു സെക്കൻഡ്, ഇപ്പോഴത്തെ ഒരു ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെ കണ്ടുപിടിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാലാണ് നമ്മുടെ സ്കിൻ അടിപൊളിയായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ലതാ നമ്മുടെ മാമാ എർത്തിൻ്റെ സൺസ്ക്രീൻ ആട്ടോ. അതായത് ഡെയിലി ഗ്ലോ സൺസ്ക്രീമാണ്, വൈറ്റമിൻ സിയുടെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് സൺസ്ക്രീൻ വളരെ തിക്കോ അതുപോലെ തന്നെ ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ചിലർക്കൊക്കെ ഒരു വൈറ്റ് കോട്ടിംഗ് ഇട്ട പോലെയാണ് സൺസ്ക്രീൻ ഇടുമ്പോൾ തോന്നാറുള്ളത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് കിട്ടിയേക്കുന്നത്. മാമാ എർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ. ഇതാണെങ്കിൽ വൈറ്റമിൻ സിയുടെയും ടർമറിക്കിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. മാമാർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ നമുക്ക് ശരിക്കും സ്കിന്നിൻ്റെ ഒരു ഡാമേജസ് എല്ലാം മാറ്റി സൺറൈസിൻ്റെ നല്ലുള്ളൊരു പ്രൊട്ടക്ഷൻ തരുന്നു. അതുപോലെ തന്നെ ഒരു ഡെയിലി ഗ്ലോ തരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന SPF 50 ആൻഡ് PA++ എന്നുള്ളത് നമ്മൾ സ്കിന്നിനെ ശരിക്കും നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു വൈറ്റ് കോട്ടിംഗ് ഒഴിവാക്കുന്നതിനും
ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലുള്ള വൈറ്റമിൻ സി ആണ് ശരിക്കും നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ യു വി റേസിനെ അതിൽ നിന്ന് യു വി റേസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ടർമറിക് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജസ് എല്ലാം മാറ്റി ഒരു റിപ്പയറിങ് ഏജൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു നാച്ചുറൽ ഗ്ലോ തരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിയും ആണെന്നുള്ളതാണ് ഈ ഡെയിലി ഗ്ലോ സൺസ്ക്രീനിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒപ്പം തന്നെ ഇത് നമുക്ക് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ നോൺ ടോക്സിക് ആണ്, അതുപോലെ ഒരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് സേഫ് ആയിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. മമാർത്തിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മമാർത്തിൻ്റെ ആപ്പ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പർപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ്. മമാർത്തിൻ്റെ പ്രൊഡക്റ്റ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. നമ്മൾ അവരുടെ വെബ്സൈറ്റ് വഴി ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഒരു ട്രീയു ആയിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രീ അവർ നടുന്നതായിരിക്കും. അതിൻ്റെ ജിയോളജിക്കൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പിക്ചേഴ്സും എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മമാർത്തിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഈ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ പോകുമ്പോൾ മമാർത്തിൻ്റെ പ്രൊഡക്റ്റ് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡായ TOM2024 യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ 20% ഡിസ്കൗണ്ടും കിട്ടും. ഞങ്ങളെല്ലാവരും 1 2 3 4 പിന്നെ കിടാങ്ങള് പിന്നെ അത് വീടാണ്ട് ഫ്രണ്ടില് മമ്മി ആവേല് എല്ലാവരും ഇന്നലത്തെ മറ്റേ എവിടത്തെ ചെറായിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഈ സ്ഥലം ഏതാണ് ഞാൻ ഇപ്പത് വെറുതെ പറഞ്ഞു തരാം. അവിടെ ചെല്ലുമ്പോ നിങ്ങക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടിയിട്ടിയാ നമ്മളവിടെ എത്തിയാന്നുള്ളത്? നമ്മൾ എത്തിയിരിക്കുന്നത് മണപ്പുറത്താണ്. മണപ്പുറമാണ്. നമ്മുടെ പടകളൊക്കെ വണ്ടിയിലിരിക്കണുണ്ട്. അത് ഇറങ്ങാൻ റെഡി ആയിട്ടാണ് നമ്മുടെ പടകൾ ഇരിക്കുന്നത്. മണപ്പുറം കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിരുന്നു. ഈ പ്രാവശ്യം എല്ലാ പടകളെയും കൊണ്ടിട്ട് എല്ലാം ഉണ്ടാവും. കുറേ കണ്ടീഷനോടെ കൊണ്ടുവന്നേക്കണത്. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഐസ്ക്രീം ചോദിക്കാൻ പാടില്ല, ഓടാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഓടി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്കത്തിന് ഇറക്കിയാണത്. എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കണ നിസ്സാര കാര്യമൊന്നുമല്ല ഇത് ഇവരൊക്കെ കൊണ്ട് നടക്കാന്നുള്ളത്. നോട്ട് അറ്റ് ഓൾ ഈസി ബട്ട് സ്റ്റിൽ സംഹൗ വി മാനേജ് ഇറ്റ്. അതാണ് കഥ. മനസ്സിലായ? എല്ലാം കാര്യം ഇതൊക്കെ ഇരിക്കണ എന്താ മുതലെന്നറിയ ഇതൊക്കെ ഇരിക്കണ ഇരിക്കുമ്പോ പേഴ്സ് നോ പേഴ്സ് ആരും പിടിക്കണ്ട. അത് ആരെയും എടുത്തുണ്ടോ തട്ടിക്കൊണ്ടു പോവാം. കൈ പിടിക്കാം. കൊഞ്ചപ്പോ കൈ പിടിക്കാട്ടാ. സെറ്റപ്പ് വേണ്ട സെറ്റപ്പ്. ഈ പ്രാവശ്യത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതലുണ്ട് കേട്ടാ. അപ്പുറത്ത് വഞ്ചിയൊക്കെ ഉണ്ട്. വഞ്ചി അന്നൊന്നും വഞ്ചി ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ആളുകളൊക്കെ ഇവിടെ എത്തിയത് ഫോട്ടോ ഒക്കെ എടുക്കണേ. സെറ്റായിട്ടാണ് പോവാണ്. സെറ്റായിട്ടാണ് പോവാണ്. എല്ലാ സെറ്റുകളുണ്ട്. ഈ സാധനം എന്താ സ്പീഡ് എൻ്റെ പൊന്നേ. കാണുമ്പോൾ തന്നെ പേടിയാണ്. ഇതൊന്നും നമ്മൾ കയറില്ല. നമുക്ക് പറ്റില്ലേ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് ഇവിടെ മറ്റേ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കാർപ്പറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. പൊടി ശല്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അത് ജോഹു ആവേലൊക്കെ നിൽക്കണണ്ട ജോസിൻ്റെ ഒപ്പം. കള്ളി ആകെ അന്താളിച്ചോ. ഇതെന്താ സംഭവം? കള്ളിക്ക് ഒന്നും പിടിയിട്ടല്ല. ഞാൻ പോകുന്നതേ ഉള്ളൂ. ഒരു വാഹനം മാത്രം ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ട്രെയിൻ ഷോയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കലാകാരന്മാർ ഈ ആകാശ മരണക്കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ തയ്യാറാകുകയാണ്. ആവല് കയറിയിട്ടുണ്ട്. ആവൽ സാറ് കയറി. അപ്പ് സാറ് കയറി. സാറ് ആവേൽ സാറ് കയറി. അത് ജോഗ് സാറ് കയറാൻ പോണ. ജോഗ് സാറ് കയറി. എന്താ ശരി ഇതൊക്കെയാല്. നമുക്ക് ഇവരുടെ സന്തോഷം കാണാൻ ഏറ്റവും വലിയൊരു ആനന്ദം. അതിൽ നമ്മൾ കാശും കാര്യങ്ങളൊന്നും നോക്കാറില്ല. അമ്മ ചെറിയ പേടിയൊക്കെ ഉണ്ടെന്നാലും പോട്ടെ ആവലോ അപ്പോടെ അമ്മോ എടേ അമ്മോ ബാക്കോട്ട് തിരിച്ച് എടി തിരിച്ചടി
ലല്ലിയാണെങ്കിൽ അവിടെ നിന്ന് തുള്ളിച്ചോട്ടാണ് ലല്ലി. തുള്ളിച്ചോട്ടം ലല്ലി. ജോവിന് പേടിയായിട്ട് ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട് ജോവിന് പേടിയായിട്ട്. നമ്മളെ പിള്ളേർ ഈ സാധനത്തിൽ കയറിയിട്ടുണ്ട്. അതേ കയറി പോകണുണ്ട് രണ്ടെണ്ണങ്ങള്. നമ്മളെ പിള്ളേർ ഈ സാധനത്തിൽ കയറിയിട്ടുണ്ട്. അതേ ജോവി പറന്ന് ചാടി തന്നത്. ഇത് അപ്പൂസും ആവേലും ഇതേപോലെ ഉണ്ട്. അത് ആവേല് ഇതേപോലെ. ഇത് അപ്പൂസ് തന്നെ. എന്താ ചാട്ടം. ഇത് ജോ കയറിപ്പോണ്. ജോ വീണ്ടും കയറിപ്പോണ്. അമ്മോടെ അമ്മൂനെ കാണാനില്ല. കയറിയിട്ട് ഇത് ഇറങ്ങി പോകുന്നതാണ്. ഓക്കെ, സമയം പോലും ആയിട്ടില്ല. 2 മിനിറ്റ് ആയിട്ടില്ലാന്ന്. അവർക്ക് അടുത്തേക്ക് കയറുന്നത്. കാശല്ല പൊട്ടണത്. കയറി പോകണുണ്ടോ കുട്ടികള്. ഇത് അപ്പോഴേ എൻജോയ് ചെയ്യാനുണ്ട്. ഇത് അപ്പൂ വേണ്ട. അപ്പൂസ് ജോങ്ങട് അമ്മന് പേടിയായിട്ടുണ്ട്. വന്ന് അപ്പു ആടാ. അപ്പ് is coming. അപ്പ് ആവല്. അടുത്ത ആവല്. അമ്മന് പേടിയായിട്ട് അമ്മ ഇറങ്ങണണ്ട. അമ്മ പേടിച്ചിട്ട് ഇറങ്ങണ കാണേ. പേടി വിളിക്കാരി പേടി നോക്കണേ. പേടിച്ചണ്ട്. ഇവര് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇവര് മമ്മിയും ചെറിലും പിള്ളേരൊക്കെ കൂടി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിനില് എന്താ നോക്കിയത്. അടുത്ത വഞ്ചി ജാതി വലിയ വഞ്ചിട്ടത്. നല്ല വലിപ്പമുള്ള വഞ്ചിയാണ് കേട്ടാ. എന്തോരം ഐറ്റംന്നറിയാം. ഇപ്രാവശ്യം മണപ്പുറത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ. പിള്ളേർക്ക് ചെറിയ സംഭവങ്ങളുണ്ട്. പ്ലെയിൻ ഉണ്ട്. എന്തൊക്കെ ഇഷ്ടംമാരുടെ സാധനങ്ങളാണ് ഈ പ്രാവശ്യം. ചാടർ സാധനം. ഇതിൽ ഒരു പ്രാവശ്യം ജോവിനെ കയറ്റിയതാ. ജോ അപ്പം തന്നെ ഇറങ്ങണമെന്ന് ഇറങ്ങി വരുന്ന കാശ് കളഞ്ഞു. ഇവരെ കയറ്റാൻ പോണ സാധനം ഏതാണെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് ആ കാണുന്ന പ്ലെയിനിലാണ് ഇവരെ കയറ്റാൻ പോണത്. പ്ലെയിൻ കണ്ട ഇത് കാണാൻ പറ്റും. പ്ലെയിൻ. ഈ പ്ലെയിനിലാണ് അവരെ കയറ്റാൻ പോണേണ്ട. പോണെല്ലാരും പോണ്. ഫ്ലൈറ്റിൽ കയറിപ്പോണേ. അടാ അപ്പൂ, നീ ഫ്ലൈറ്റിൽ കയറിപ്പോയാ? ഫ്ലൈറ്റിൽ പോയാ? എടാ അപ്പൂ, നിനക്കെന്താ വികാരമില്ലാത്ത അപ്പൂടാ. രാവിലെ കൈ കൊടുക്കല്ലേന്ന്. ഇവിടെ മയിലും കുയിലും എല്ലാവരും ഉണ്ട്. പിന്നെ നിറയെ ഷോപ്പുകളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പെട്ടിക്കടകളും ബജിക്കടകളും ഐസ്ക്രീം കടകളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കണ്ടോ നിൽക്കണോക്കെ. കളിപ്പാട്ടൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അംഗമാണ് ഇവരെല്ലാവരും കൂടി കിടന്നിട്ട്. നമ്മളെങ്ങനെയൊക്കെ വലിച്ചു. അത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ മസാജ് ചെയ്യാനുണ്ട. 100 രൂപ 10 മിനിറ്റ് ഫുൾ ബോഡി മസാജ്. തായ്ലാൻഡും പോകണ്ട, എങ്ങും പോകണ്ട. സെറ്റാക്കി തരും അവർ. കിട്ടുന്നതാക്കി തരും അവർ. ഇത് നമ്മുടെ അമ്മൂനൊരു പാദസരം പോലത്തെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ അത് ரொம்ப വലുതായി പോയിച്ച്. ഇതേ കൊഞ്ച് പാദസരം. ഇവർക്ക് കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാല് പിടിക്കൊക്കെയാണ്. ഇത് ജോഗ് അപ്പൂസ്. പക്ഷേ ഒരു കാര്യമില്ല. എന്റെ കാലടിച്ചിട്ട് എവിടെ പോയാലും വാങ്ങിച്ചു കൊടുക്കണതാണ്. പക്ഷെ 2 ദിവസം ഫസ്റ്റ് ബോൺ ചൈൽഡ് ആൻഡ് സെക്കൻഡ് ബോൺ നിക്കണോക്കെ. വെരി ഗുഡ്, സൂപ്പർ. ഹൈ ഫൈ. പിന്നെ ഇല്ലെന്ന് പുള്ളി കംപ്ലീറ്റ്ലി ഉടക്കി. ഓ, അവള് മിണ്ടില്ലാന്നുള്ളൂ. ഇവള് മിണ്ടിൽ. എന്താ പറഞ്ഞേ? ഏത് പെട്ടിക്കടയിൽ നിന്ന് മേടിച്ചാ ഹൈഫൈ തരാന്ന് പറഞ്ഞേ? വേണ്ട, നിന്റെ ഹൈഫൈ ഞങ്ങക്ക് വേണ്ട. ഹൈഫൈ വേണ്ട.
പിന്നെ അതെ ഇവിടെ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഒന്നൊന്നര കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ. കുതിര സവാരിയൊക്കെ നടത്താൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് തിരിച്ചു പോവാണ്. ഇവരെ പോപ്കോൺ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവരെ ഹാപ്പി ആക്കി നമ്മൾ ഹാപ്പി അങ്ങോട്ട് പോവാ, അത്ര തന്നെ.